ഏകദേശം ഒരു കൊല്ലം മുന്നേ നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മൾ ആറ്റംബർഗിന്റെ റെനേസ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫാൻ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ആൻഡ് ഈവൻ 6 മാസത്തിന് ശേഷം എൻ്റെ സെക്കൻഡ് ചാനൽ അതിന്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായി. സോ ഈ ഒരു സ്റ്റുഡിയോയിലും എനിക്ക് ഒരു ഫാൻ ഫിറ്റ് ചെയ്യണം എന്നുണ്ടായി. ആൻഡ് അഗെയിൻ ഞാൻ ആറ്റംബർഗിന്റെ ഫാൻ തന്നെയാണ് ചൂസ് ചെയ്തത്, വേറൊന്നും കൊണ്ടല്ല. 2 കാരണമുണ്ട്. ഒന്ന്, ഈ BLDC ഫാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി ലാഭിക്കാനായിട്ട് പറ്റും, അഥവാ കറണ്ട് ബില്ല് ലാഭിക്കാനായിട്ട് പറ്റും. പിന്നെ രണ്ടാമത്, ഈ BLDC ഫാനുകൾ അത്യാവശ്യം പേര് ഏറ്റ റെപ്യൂട്ടേഷൻ ഉള്ളൊരു കമ്പനിയാണ് ആറ്റംബർഗ്. ഈവൻ എൻ്റെ ഒരു പേഴ്സണൽ യൂസർ ആയിക്കോട്ടെ, ഇത്രയും നാളും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആൻഡ് ഈവൻ ആറ്റംബർഗ് പറയുന്നത് എന്നെ പോലെ തന്നെ ഇപ്പോൾ ഏകദേശം 10 million പ്ലസ് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട് എന്നൊക്കെ. സോ ഞാനും കരുതി ഫൈൻ, എന്തിനാണ് വെറുതെ വേറെ കമ്പനി എടുത്ത് റിസ്ക് എടുക്കുന്നത്, ആറ്റംബർഗ് തന്നെ വെക്കാമെന്ന്. പക്ഷേ ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തേക്കുന്ന ആറ്റംബർഗിൻ്റെ ഫാനും എൻ്റെ പഴയ സ്റ്റുഡിയോയിൽ ഫിറ്റ് ചെയ്ത ഫാനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മറ്റേത് റെനേസ സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ IoT എനേബിൾഡ് ഫാനായിരുന്നു. ഇത് റെനേസ പ്ലസ് എന്ന് പറഞ്ഞ ഒരു റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാനാണ്. എന്നാലും ഇത്തരത്തിലുള്ള ബോക്സുകളിലാണ് ഈ ഒരു ഫാൻ വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആറ്റംബർഗ് പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്ന അവരുടെ മിക്സിയുടെയും അതേപോലെ സ്മാർട്ട് ലോക്കിൻ്റെ ഒക്കെ ഒരു അഡ്വർടൈസ്മെന്റ് കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്. താഴെ നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കിട്ടും. റിമോട്ടിലിടാവുന്ന 2 ബാറ്ററീസ്, ഫാൻ സീലിംഗിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്ന അറ്റാച്ച്മെന്റ് റോഡ്, അത് ഫിക്സ് ചെയ്യാൻ നട്ടും ബോൾട്ടും ഒക്കെ ഉണ്ട്, നമ്മുടെ മെയിൻ റിമോട്ട് കൺട്രോൾ, പിന്നെ മുകളിലും താഴെയും വെക്കുന്ന ഒരു കാനപ്പി കപ്പ്. ഇതാണ് നമ്മുടെ BLDC മോട്ടർ. സാധാരണ ഫാൻ അപേക്ഷിച്ച് ഏകദേശം 65% കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും ഈ ഒരു BLDC മോട്ടറുള്ള ഫാനുകൾ. അതുപോലെ ഈ ഫാൻ BE 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, സ്റ്റാറിന് റേറ്റിംഗ് കൂടുന്തോറും അത്രയും കറണ്ട് കുറവായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്, അത്രയും കൂടുതൽ കറണ്ട് ചാർജ് ലാഭിക്കാനായിട്ട് പറ്റും. ആൻഡ് ഈ ബ്ലാക്ക് പോർഷൻ്റെ നടുവിലായിട്ട് നിങ്ങൾക്ക് 6 LEDസും കാണുന്നുണ്ട്. ഇതാണ് ഫാനിൻ്റെ ലീഫിൻ്റെ ബോക്സ്. ഞാൻ ഓപ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഗോൾഡൻ ഓക്ക്വുഡ് ഫിനിഷുള്ള ലീഫാണ്. അതായത് കണ്ടു കഴിഞ്ഞാൽ വുഡാണ് എന്ന് തോന്നിക്കും. 1200 മില്ലിമീറ്ററിൻ്റെ ഒരു ലെങ്ത് ആണ്. 1200 മില്ലിമീറ്ററിൻ്റെ ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു റൂമിൻ്റെ ഒരു വിഡ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1200 വെക്കുന്നതെങ്കിൽ ഏകദേശം 235 ക്യൂബിക് മീറ്റർ പെർ മിനിറ്റിൻ്റെ എയർ ഡെലിവറി കിട്ടും, അഥവാ അത്രയും കൂടുതൽ കാറ്റ് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂമിന് ആപ്റ്റ് ആയിട്ടുള്ള സൈസാണ് 1200 എന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ 1200 എടുത്തത്. ആക്ച്വലി ഇവർക്ക് 4 സൈസുകളുണ്ട്. ഏകദേശം 600 മില്ലിമീറ്റർ തുടങ്ങി 1400 മില്ലിമീറ്റർ വരെയുള്ള സൈസസ് ഉണ്ട്. ഞാൻ ഓപ്റ്റ് ചെയ്തേക്കുന്നത് 1200 ആണ്. പ്ലസ് ഇഷ്ടം പോലെ വെറൈറ്റി കളേഴ്സ് ഉണ്ട്. മറ്റ് BLDC ഫാനുകളുടെ കോമ്പറ്റീറ്റിംഗ് കമ്പനീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെയിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സെലക്ഷൻസ് ഞാൻ കണ്ടത്. നമ്മൾ പണ്ട് ചെയ്ത റെനേസ സ്മാർട്ട് പ്ലസിൻ്റെ റിമോട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ റിമോട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്, നമുക്ക് തൂക്കിയൊക്കെ ഇടാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. മുകളിലായിട്ട് നമുക്ക് ഫാൻ ഓണും ഓഫും ചെയ്യാൻ പറ്റുന്ന ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഇവിടെ 5 സ്പീഡുകൾ കാണിക്കുന്നുണ്ട്. 1, 2, 3, 4, 5. നമ്മളിത് പ്രസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ഫാനിൽ LED കത്തുന്നതായിരിക്കും. 2 ആണെങ്കിൽ 2 LED കത്തും, 2 സ്പീഡിലാണ്. 5 ആണെങ്കിൽ 5 LED കത്തും. ആൻഡ് ഇനി നടുവിലായിട്ട് നിങ്ങൾക്ക് B എന്ന് പറഞ്ഞ മോഡുണ്ട്, അത് ബൂസ്റ്റ് മോഡാണ്. അതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 LED കത്തും, അതാണ് ഏറ്റവും ടോപ്പ് സ്പീഡ്. തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ടൈമറിൻ്റെ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ലീപ്പ് മോഡ് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു സാധനമില്ല, ഇതിൻ്റെ LED മാത്രമായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും. LED നിങ്ങൾക്ക് ഈ ബട്ടൺ വഴി ഓണും ഓഫും ആക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ആറ്റംബർഗിൻ്റെ ഫാൻ്റെ വേറെ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2+1 ഇയറിൻ്റെ വാറണ്ടി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആറ്റംബർഗിൻ്റെ സർവീസ് ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾക്ക് അവൈലബിളും ആണ്. ഈവൻ നിങ്ങൾ ഫാൻ മേടിച്ചത് നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ വേണമെങ്കിൽ പോലും റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് അവർ എന്നെ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. പ്ലസ് ഈ ഫാൻ നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ പറ്റും. ആമസോണിലും ഉണ്ട്, ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. ആൻഡ് വീഡിയോയുടെ തുടക്കം തൊട്ട് തന്നെ ഞാൻ BLDC മോട്ടർ, BLDC ഫാൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു BLDC എന്ന് പറഞ്ഞാൽ ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട് മോട്ടർ എന്നാണ്. അതായത് നോർമലി കൺവെൻഷനലി നമ്മൾ കാണുന്ന മോട്ടറിന് ബ്രഷ് ഉണ്ടാവും, ഇതിനകത്ത് ബ്രഷ് ഉണ്ടാവില്ല. ആൻഡ് അത് കാരണം തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ എനർജി ലാഭിക്കാനായിട്ട് പറ്റും, പക്ഷേ സ്പീഡിൽ കോംപ്രമൈസ് വരുത്താതെ. ഇനി പല ആൾക്കാരും BLDC ഫാൻ എടുക്കാനുള്ള ഒരു പേടി എന്ന് പറയുന്നത് ഇടിമിന്നൽ വരുമ്പോൾ അതെങ്ങാനും അടിച്ചു പോകുന്നതാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ പഴയ സ്റ്റുഡിയോ ഇരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെള്ളമൊക്കെ വരുന്ന സ്ഥലം. ഈവൻ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ വെള്ളം കയറിയായിരുന്നു. അത് നല്ല രീതിയിൽ മഴ, ഇടി, മിന്നലൊക്കെ വരുന്ന സ്ഥലമാണ്. ഇതുവരെ ആ ഫാനിന് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം 1 ഇയറിന് മുകളിലായി യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ആൻഡ് അത് കാരണം തന്നെയാണ് ഞാൻ ഇവിടെയും ഈ ഒരു BLDC ഫാൻ ആറ്റംബർഗിൻ്റെ തന്നെ ഓപ്റ്റ് ചെയ്തത്. എനിക്ക് മറ്റ് കമ്പനീസിന് അറിയില്ല കേട്ടോ, ആറ്റംബർഗിൻ്റെ ഈ ഒരു ഫാനിന് എനിക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല. പ്ലസ് രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫാനിൻ്റെ സൈസ് ചൂസ് ചെയ്യുമ്പോൾ ഇവർക്ക് കുറേയധികം സൈസ് ഉണ്ടെന്ന് പറഞ്ഞത് 4 സൈസോളം ഉണ്ട്. നിങ്ങളുടെ റൂമിൻ്റെ സൈസ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ റൂമിന് ഇപ്പോൾ ഈ ഒരു റൂം ക്രീം കളർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗോൾഡൻ ഓക്ക്വുഡിൻ്റെ കളർ ചൂസ് ചെയ്തത്. പക്ഷേ വേറെയും കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ
ഈ ഒരു സാധനം ഫിക്സ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ റെഗുലേറ്റർ ബൈപ്പാസ് ചെയ്യണേ. ഡയറക്റ്റ് റെഗുലേറ്ററിൽ കൂടെ നോർമൽ ഫാൻ ഇങ്ങനെ റെഗുലേറ്ററിൽ കൂടെ കണക്ട് ചെയ്ത് ഫാനിൽ കണക്ട് ചെയ്യും. റെഗുലേറ്റർ തിരിക്കുമ്പോഴാണ് ഫാനിൻ്റെ സ്പീഡ് കുറയുന്നത്. പക്ഷേ ഇത് ഡയറക്റ്റ് നമ്മൾ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണം, റെഗുലേറ്റർ ബൈപ്പാസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ഫാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ശരിയാണ്, മാർക്കറ്റിൽ ഒട്ടനവധി BLDC ഫാനുകളുണ്ട്, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള എയർ ഡെലിവറി തരുന്നു എന്ന് ക്ലെയിം ചെയ്യുന്നു. പക്ഷേ നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ പോലും ആറ്റംബർഗിൻ്റെ 235 cmm എയർ ഡെലിവറി വരുന്നുണ്ട്, മറ്റുള്ളവർക്ക് ജസ്റ്റ് 220 cmm മാത്രമാണ് വരുന്നത്. എന്തായാലും ഈ ഒരു ഫാനിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പ്ലസ് റെനേസ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന IoT ഫാനിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ ഒരു റിവ്യൂയുടെ വീഡിയോ ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ചില ബെല്ലൈക്കനിലേക്ക് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.